മനസ്സും ശരീരവും ഒരു വർഷകാലത്തേക്ക് ഉന്മേഷത്തോടെ നിലനിർത്താൻ തയ്യാറെടുക്കേണ്ട കാലമാണ് കർക്കിടകകാലം. ആയുർവേദത്തിൽ ഈ കാലത്ത് പാലിക്കേണ്ട ശീലങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതെന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. കർക്കിടക കാലത്ത് ആഹാരവും ഔഷധങ്ങളും പ്രത്യേക രീതിയിലാണ് ശീലിക്കേണ്ടത്. പഞ്ചകോലം, കൂവളകയില, പഴമുതിര, ചെറുപയർ, അയമോദകം, ജീരകം, ദശമൂലം, ഇന്ദുപ്പ് തുടങ്ങി നിരവധി ഔഷധങ്ങൾ ചേർത്ത കർക്കിടക കഞ്ഞി ഏറ്റവും വിശേഷമുള്ളതാണ്. ഇതുപോലെ തന്നെ പ്രധാനമാണ് തേച്ചുകുളി. ദേഹമാസകലം എണ്ണ തേച്ച് പിടിപ്പിച്ച ശേഷം ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കാം. എണ്ണ മെഴുക്ക് നീക്കാൻ പയറുപൊടി ഉപയോഗിച്ചാൽ ത്വക്കിന് ആരോഗ്യവും സൗന്ദര്യവും ഏറും. വാതശമനത്തിന് ഔഷധങ്ങൾ സേവിക്കുകയും എണ്ണ, കുഴമ്പ് ഇവ ഉപയോഗിച്ച് തേച്ചു കുളിക്കുകയും ചെയ്യാം. തേച്ചുകുളി വാദം, ക്ഷീണം ഇവ ശമിപ്പിക്കുന്നതിനും ജരാനരകൾ തടയുന്നതിനും കാഴ്ചശക്തി, ദേഹപുഷ്ടി, ദീർഘായുസ്, നല്ല ഉറക്കം, തൊലിക്ക് നല്ല മാർദ്ദവവും ഉറപ്പും എന്നിവയ്ക്കെല്ലാം കാരണമാകുന്നു. തേച്ചു കുളിക്കുന്നതിന് നല്ലെണ്ണയാണ് ഏറ്റവും നല്ലത്. രോഗങ്ങളെ ചെറുക്കുന്നതിന് നല്ലെണ്ണയ്ക്ക് പ്രത്യേക കഴിവുണ്ട്. കഫം വർദ്ധിച്ചിരിക്കുന്നവരും ഛർദിക്കുക, വയറിളക്കുക എന്നിവയ്ക്ക് വിധേയമായവരും തേച്ചു കുളിക്കരുത്. അജീർണമുള്ളവരും എണ്ണ തേക്കരുത്. പ്ലാവില, വാദം കൊല്ലിയില, ആവണക്കില, കടുക്കാത്തോട് ഇവയിട്ട് തിളപ്പിച്ച വെള്ളം കുളിക്കാൻ ഉപയോഗിക്കാം. ധന്വന്തരം തൈലം, കുഴമ്പ്, സഹചരാതി തൈലം എന്നിവ ദേഹത്ത് ഉപയോഗിക്കാം. ക്ഷീരബല തൈലം, അസനവില്യാദി തൈലം തുടങ്ങിയവ തലയിൽ പുരട്ടാം. രാവിലെ തയ്യാറാക്കിയ കർക്കിടക കഞ്ഞി തേച്ചുകുളി കഴിഞ്ഞ് 10 മണിയോടെ കഴിക്കാം. ശരീരശുദ്ധി വരുത്തി പഞ്ചകർമ്മ ചികിത്സ പ്രധാനമായി കഷായവസ്തി ചെയ്യാം. കഷായവസ്തിക്ക് ശേഷം പഴക്കം ചെന്ന ഗോതമ്പ്, കാട്ടുഴുന്ന്, കാട്ടുപയറ് എന്നീ ധാന്യങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന ആഹാരങ്ങൾ കഴിക്കാം. എപ്പോഴും പുകച്ച വസ്ത്രം ഉപയോഗിക്കണം. പകലുറക്കം പാടില്ല. കൂടുതൽ അധ്വാനം, വെയിൽ ഇവ ഒഴിവാക്കണം. പ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ച് വിഷാംശങ്ങൾ പുറത്തു കളഞ്ഞ് ത്രിദോഷങ്ങളായ വാതപിത്ത കഫങ്ങളെ നിലക്കു നിർത്തി ശരീരത്തിന് നവജീവൻ നൽകുവാനുള്ള ചികിത്സകളിൽ പ്രധാനമാണ് കർക്കിടക കഞ്ഞി അഥവാ മരുന്ന് കഞ്ഞി. ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം പല രോഗങ്ങളും അകറ്റാനും മരുന്ന് കഞ്ഞി ഉപയോഗിക്കാം. ശരീരത്തെ ആകെ പുനർജനിപ്പിക്കുകയാണ് മരുന്ന് കഞ്ഞി സേവയുടെ ലക്ഷ്യം. ക്ഷീണം മാറാനും വിശപ്പ് വർദ്ധിക്കാനും ധാതുക്കളുടെ പുഷ്ടിക്കും ഉതകുന്നതാണ് മരുന്ന് കഞ്ഞിയുടെ കൂട്ട്. മരുന്ന് കഞ്ഞി വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. 41 ദിവസം തുടർച്ചയായി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മറ്റ് ചികിത്സാ വിധികളിൽ നിന്നും വ്യത്യസ്തമായതിനാൽ മരുന്ന് കഞ്ഞി കുടിക്കുമ്പോൾ പഥ്യം നോക്കേണ്ട ആവശ്യമില്ല. എങ്കിലും മത്സ്യമാംസാദികൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും നിയന്ത്രിക്കണം. രക്തസമ്മർദ്ദം, പ്രമേഹം, വായുകോപം എന്നിവ അകറ്റാനും ഹൃദയ ശ്വാസകോശ സംരക്ഷണത്തിനും മരുന്ന് കഞ്ഞി ഉത്തമമാണ്. വാദം, പിത്തം, വിശപ്പില്ലായ്മ, നെഞ്ചുവേദന, ശ്വാസം മുട്ട്, മൂത്രത്തിൽ പഴുപ്പ്, അർശസ് എന്നിവ ശമിപ്പിക്കാനും ഇതിനാകും. വർഷകാലത്തെ പച്ചമരുന്ന് സേവ മൂലം ശരീരവേദനകൾക്ക് ആശ്വാസം ലഭിക്കും. ഉഴിച്ചിലിനും പിഴിച്ചിലിനും ഔഷധ സേവയ്ക്കുമെല്ലാം നല്ലൊരു കാലമാണ് കർക്കിടകം. രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതിനും മൃതകോശങ്ങളെ പുറന്തള്ളി പുതിയ കോശങ്ങളുടെ വർധനയ്ക്കും ഉഴിച്ചിലും പിഴിച്ചിലും നല്ലതാണ്. ഭക്ഷണം, വിശ്രമം, ഉറക്കം ഇവ ഏറ്റക്കുറച്ചിലുകളില്ലാതെ മിതമായി അനുവർത്തിക്കേണ്ട കാലമാണ് കർക്കിടകം. വ്യായാമം അധികമാകാതെ ശ്രദ്ധിക്കണം. പനി മുതൽ വയറിളക്കം വരെ നീളുന്ന പല പകർച്ചവ്യാധികളും കർക്കിടകത്തിലാണ് കൂടുതലായി ഉണ്ടാകുന്നത്. നനഞ്ഞ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കണം. തണുത്ത ഭക്ഷണം പൂർണ്ണമായും വർജിക്കണം. ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും കൂടുതൽ കഴിക്കണം. തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ കുടിക്കാവൂ. തണുപ്പിൽ വീടിനുള്ളിൽ രോഗാണുക്കളുടെ സാന്നിധ്യം വർദ്ധിക്കും. വീടും പരിസരവും പുകയ്ക്കുന്നതുകൊണ്ട് ഇവയെ പുറന്തള്ളാനാകും. മത്സ്യ മാംസാദികളുടെ അമിത ഉപയോഗം കുറയ്ക്കണം. മോര് കാച്ചിയത് ഉപയോഗിക്കാം. തൈര് വർജിക്കണം. പകൽ ഉറക്കം തീർത്തും ഒഴിവാക്കണം. ഓരോ പ്രായക്കാർക്കും ഓരോ തരത്തിലാണ് കർക്കിടകത്തിലെ ചര്യ. കർക്കിടകത്തിൽ ഒട്ടേറെ അസുഖങ്ങളാണ് കുട്ടികളെ കാത്തിരിക്കുന്നത്. ചുമ, പനി, വയറിളക്കം, വളംകടി, മറ്റു പകർച്ചവ്യാധികൾ എന്നിവ കർക്കിടകത്തിൽ കുട്ടികളെ വിടാതെ പിന്തുടരുന്നു. ദഹിക്കാൻ എളുപ്പമുള്ള ഭക്ഷണങ്ങൾ, ആവിയിൽ വേവിച്ച ഭക്ഷണങ്ങൾ ഇവയാണ് ഇക്കാലത്ത് കുട്ടികൾക്ക് നൽകാവുന്നത്. സ്ത്രീകൾക്ക് സൗന്ദര്യ സംരക്ഷണത്തിന് ഉചിതമായ കാലം കൂടിയാണ് കർക്കിടകം. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ദശപുഷ്പം കർക്കിടകത്തിൽ മുടിയിൽ ചൂടുന്നത് പതിവുണ്ട്.
പൂവൻകുറുനില, മുയൽ ചെവിയൻ, കറുക, നിലപ്പന, കഞ്ഞുണ്ണി, വിഷ്ണുക്രാന്തി, ചെറൂള, തിരുതാളി, ഉഴിഞ്ഞ, മുക്കുറ്റി എന്നിവയാണ് ദശപുഷ്പങ്ങൾ. കർക്കടക മാസത്തിൽ താള്, തകര തുടങ്ങിയ 10 ഇല തിന്നണമെന്നാണ് പഴമക്കാർ പറയുന്നത്. മാംസ്യം, കൊഴുപ്പ്, നാര്, അന്നജം, കാൽസ്യം, ഇരുമ്പ്, ജീവകങ്ങൾ തുടങ്ങി പോഷക മൂല്യങ്ങളെല്ലാം ഇലക്കറികളിലുണ്ട്. ചീര, ചേമ്പിൻ താള്, തഴുതാമ, ചേനത്തണ്ട്, തകര, പയറിന്റെ ഇല തുടങ്ങിയവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. കുടലിന്റെ ചലനം വർദ്ധിപ്പിച്ച് കുടലിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള മാലിന്യങ്ങളെ പുറന്തള്ളുവാൻ ഇവ സഹായിക്കും. ചെറുപയർ, മുതിര തുടങ്ങിയവ വെന്തുവരുന്ന വെള്ളം കുടിക്കാൻ ഉപയോഗിക്കാം. മധുരം, പുളി, ഉപ്പ് തുടങ്ങിയവയായിരിക്കണം കർക്കിടക ഭക്ഷണത്തിന്റെ പ്രധാന രുചികൾ. രക്തസമ്മർദ്ദമുള്ളവർ ഉപ്പ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. എരിവ്, ചവർപ്പ്, കയ്പ് തുടങ്ങിയ രുചികൾ ഉപേക്ഷിക്കണം. എളുപ്പത്തിൽ ദഹിക്കാത്ത കഠിന ഭക്ഷണങ്ങൾ ഒഴിവാക്കണം. ചെറുപയർ ഒഴികെയുള്ള പയറുവർഗ്ഗങ്ങൾ, കടല, പൊറോട്ട, അമരക്കായ, ഉഴുന്നു ചേർത്ത ഭക്ഷണങ്ങൾ തുടങ്ങിയവ ഇതിൽപ്പെടും. ഐസ്ക്രീം പോലെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ആഹാരങ്ങൾ ഒഴിവാക്കണം. മത്സ്യാഹാരത്തിന്റെ അമിത ഉപയോഗം വർജിക്കണം. കാലാവസ്ഥാ വ്യതിയാനവും നീണ്ടു നിൽക്കുന്ന മഴയും മൂലം മുരിങ്ങയിലയിൽ വിഷ സ്വഭാവം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ മുരിങ്ങയില ഉപേക്ഷിക്കേണ്ടതാണ്. കർക്കടക മാസത്തിൽ ഒരിക്കലും പാടില്ലാത്ത ശീലങ്ങളിലൊന്നാണ് ഉച്ചയുറക്കം. പകലുറക്കം വിശപ്പ് കുറയ്ക്കും. ശരിയായ ദഹനത്തെ ഇത് ബാധിക്കും. പൊതുവെ ദഹനശക്തി കുറവുള്ള സമയമാണ് മഴക്കാലം. വിശപ്പും കുറവായിരിക്കും. വിശപ്പുണ്ടാക്കുകയാണ് കർക്കടക കഞ്ഞിയുടെ ദൗത്യം. പകലുറങ്ങുമ്പോൾ ശരിയായ രീതിയിൽ ദഹനം നടക്കാതെ വരികയും ശരീരത്തിൽ വേണ്ട വിധം ദഹിക്കാതെ പോഷക പദാർത്ഥങ്ങൾ അടിഞ്ഞുകൂടുകയും ചെയ്യും. ഇത് പിന്നീട് രോഗങ്ങളായി പരിണമിക്കും. പകലുറക്കം കഫപിത്ത ദോഷങ്ങളെ വർദ്ധിപ്പിക്കും. ഇത് വിശപ്പ് കുറയ്ക്കാൻ ഇടയാകും. കർക്കടക മാസത്തിൽ ചെയ്യുന്ന പഞ്ചകർമ്മ ചികിത്സയാണ് കർക്കടക ചികിത്സ. കൃത്യമായ മാർഗത്തിലൂടെ ശരീരത്തിൽ വർദ്ധിച്ചു വരുന്ന ദോഷങ്ങളെ പുറത്തേക്ക് തള്ളി ആരോഗ്യം നിലനിർത്തുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശം. പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ലെങ്കിൽ കൂടി ശരീരത്തിന്റെ സ്വാസ്ഥ്യം സംരക്ഷിക്കുന്നതിനായി ഈ ചികിത്സ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ചികിത്സയെ സുഖചികിത്സ എന്ന് പറയുന്നത്.